ഈ ഇന്ത്യയിൽ ജനിക്കണ്ടായിരുന്നു, അല്ല ചൈനയിലോ പോളണ്ടിലൊക്കെ ജനിച്ചാൽ മതിയായിരുന്നു. നിങ്ങളെപ്പോഴെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? റിപ്പബ്ലിക് ദിനത്തിലും സ്വാതന്ത്ര്യ ദിനത്തിലുമൊക്കെ മൈക്ക് കയ്യിൽ കിട്ടിയാൽ രാജ്യസ്നേഹം വിളിച്ച് പറയാൻ എല്ലാവരും തയ്യാറാവും. അങ്ങനെയൊക്കെയാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെ ആഗ്രഹിക്കുന്നതിനെ നമ്മൾ കുറ്റം പറയാനൊന്നും പറ്റില്ല. ഞാൻ പറയുന്നതിനെ നിങ്ങൾ ഏതർത്ഥത്തിലാണ് കാണുന്നത് എന്ന് എനിക്കറിയില്ല. ശാന്തസുന്ദര കേരളത്തിൽ ജനിച്ച് വളർന്ന് എങ്ങനെയെങ്കിലും +2 പാസ്സായി കഴിഞ്ഞാൽ പിന്നെ പുറത്ത് പോയി പഠിക്കണം എന്നുള്ള ചിന്തയാണ് പുതുതലമുറയിലെ മാതാപിതാക്കൾക്കും മക്കൾക്കും ഒക്കെ ഉള്ളത്. ഈ വിഷയവുമായി പല കാരണങ്ങളും അവർക്ക് നിരത്താനുണ്ടാകും. പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. പണ്ടത്തെ കാലത്ത് കഞ്ചാവടിച്ച് കിറങ്ങി നടക്കുന്ന ആളുകളോട് സംസാരിക്കുന്ന ഒരു പ്രതീതിയാണ് ഇന്നത്തെ +2 വിദ്യാർത്ഥികളോട് സംസാരിച്ചാൽ അനുഭവപ്പെടുക. സ്വപ്നങ്ങളുടെ മായാപ്രപഞ്ചത്തിൽ പാറിപ്പറക്കുകയാണവർ. ഇന്ത്യയുടെ ശാസ്ത്രപതിയും മുൻ രാഷ്ട്രപതിയുമായിരുന്ന ബഹുമാന്യനായ APJ അബ്ദുൽ കലാം സാർ പോലും ഈ തലമുറയോട് സ്വപ്നം കാണരുതേ എന്ന് പറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉറക്കം നഷ്ടപ്പെടുത്തി കളയുന്ന സ്വപ്നങ്ങളിലേക്ക് നയിച്ചതാണ് അദ്ദേഹം. എന്നാൽ വീണ്ടും വീണ്ടും ഉറങ്ങിക്കോളൂ എന്ന് പറയുന്ന തരത്തിലുള്ള സ്വപ്നങ്ങളാണ് പുതുതലമുറ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കുടുംബസങ്കല്പങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന, സ്ഥാനമാന ബഹുമാനങ്ങളില്ലാത്ത, ബാൻഡുകളെയും ബ്രാൻഡുകളെയും പിന്തുടരുന്ന, ആർപ്പുവിളികളും ആസ്വാദനങ്ങളും മാത്രമായി ഒതുങ്ങുന്ന ഒരു വിചിത്ര സമൂഹം സൃഷ്ടിക്കപ്പെടുന്നത് പോലെ ആശ്വാസത്തിന്റെ കിരണങ്ങളില്ല എന്നല്ല ഞാൻ പറയുന്നത്, കൂടുതൽ ആശങ്കകൾ സമ്മാനിക്കുന്നു എന്ന് മാത്രമാണ്. ഷാർജയിൽ, UK യിൽ, ജർമ്മനിയിൽ പഠനത്തോടൊപ്പം തൊഴിൽ എന്ന പരസ്യവാചകങ്ങളിൽ വിശ്വാസമർപ്പിച്ച് മോഹക്കടൽ നീന്തുന്നവരാണ് അധികവും. തിരിച്ചു വരാൻ ഇഷ്ടമില്ല, വിവാഹം വേണ്ട, ഇവിടെ സെറ്റിൽഡാണ് എന്നൊക്കെ പറയുന്ന പലരും വിദേശ രാജ്യങ്ങളിലെ വീട്ടുവേലയിൽ സംതൃപ്തരാകുന്നു എന്ന് വേണം കരുതാൻ. ജന്മനാട് പുലർത്തിപ്പോരുന്ന രീതിയോടും ആചാരങ്ങളോടും സമ്പ്രദായങ്ങളോടും ഒത്തുപോകാൻ കഴിയാത്ത വിധം മനസ്സും ശരീരവും ബന്ധനസ്ഥനാക്കപ്പെട്ട പലരുമുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സമ്പന്ന രാഷ്ട്രങ്ങളിലെ സൗകര്യങ്ങളും സന്തോഷങ്ങളും മാത്രമായിരിക്കില്ല അവരെ അവിടെ പിടിച്ചു നിർത്തുന്നത്. ഇത്തരക്കാരിൽ സാമൂഹിക ഉന്നതി കൈവരിച്ചവരും ഇല്ലാതില്ല. ചുരുക്കം ചില ഭാഗ്യശാലികളുടെ ജീവിത രീതി കണ്ട് പറക്കാനുള്ള തൂവൽ നെയ്യുകയാണ് നമ്മുടെ പുതുതലമുറ. സാമുദായിക സമ്പ്രദായങ്ങളോട് പുച്ഛം തോന്നുകയും പരിഷ്കൃതരെന്ന് സ്വയം വിലയിരുത്തുകയും ചെയ്യുന്നവർ കഷ്ടനഷ്ടങ്ങളിൽ ചെന്ന് പതിക്കാനാണ് സാധ്യത. നമുക്ക് സ്വന്തമായൊരു നാടുണ്ട്, അഡ്രസ്സുണ്ട്, നാട്ടുകാരുണ്ട്, നാട്ടുരീതികളുണ്ട്, കലയും സംസ്കാരവുമുണ്ട്. അതങ്ങനെ തന്നെ തുടർന്നു പോരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. സ്വന്തമായി പറയാനൊരു നാടില്ലാത്തവരുടെ കഥയെന്താണ്? പിറന്നു വീണ ഇടം സ്വന്തം നാടാണെന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ സാധിക്കാത്ത ഹതഭാഗ്യർ. പലാവു എന്ന് വിളിക്കപ്പെടുന്ന ബജാവു വിഭാഗം. കടലിൻ്റെ മക്കൾ. കടലിൽ കുടിൽ കെട്ടി താമസിക്കുന്നവർ, അല്ല ബോട്ടുകളിൽ താമസിക്കുന്നവർ. സുലു കടൽ മേഖലയിലാണ് ഇവർ അധിവസിക്കുന്നത്. മലേഷ്യ, ഫിലിപ്പീൻ, ഇന്തോനേഷ്യ എന്നിവയുടെ സമീപ പ്രദേശമാണ് സുലു കടൽ മേഖല. ഡാൻസ എന്ന പേരിൽ അറിയപ്പെടുന്ന പരമ്പരാഗത വഞ്ചികളിലാണ് അവർ താമസിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച ഫീ ഡൈവർമാരാണ് ഇവർ. 10 മിനിറ്റോളം 200 അടി കാഴ്ചയിൽ അവർക്ക് കഴിയാൻ സാധിക്കും. സാമ്പത്തിക ആവശ്യങ്ങൾ പടിഞ്ഞാറൻ ഓസ്ട്രേലിയയെ അവരുടെ വീടാക്കി മാറ്റിയിട്ടുണ്ട്. നരവംശ ശാസ്ത്രജ്ഞന്മാരുടെ പ്രത്യേക താല്പര്യപ്രകാരം ഇവരെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. വാജു എന്ന ബുഗീസ് പദത്തിൽ നിന്നാണ് ഇവർക്ക് ഈ പേര് വന്നത് എന്ന് പറയപ്പെടുന്നു. കൂട്ടമായി സഞ്ചരിക്കുന്നവർക്ക് വാജു എന്നാണ് ബുഗീസിൽ പറയുക. സാമകൾ എന്ന പേരും ഉണ്ട്. കടൽ കൊള്ളക്കാരൻ അർത്ഥം വരുന്ന ബജാലൌട്ട് എന്ന പദത്തിൽ നിന്നാണെന്നും അഭിപ്രായമുണ്ട്. ചിലരുടെ അഭിപ്രായത്തിൽ ബർ ജവാൻ സൈന്യം എന്നാണ് അറിയപ്പെടുന്നത്. സാബ കൗബോയ്സ് എന്നറിയപ്പെടുന്ന ഇവരെ ലാൻഡ് റോവറുകൾ ഈസ്റ്റ് കോസ്റ്റ് ബജാവു എന്നും സീ റോവറുകൾ ബജാവ് ലൌട്ട് എന്നും 2 ആയി തരംതിരിച്ചിട്ടുണ്ട്. ലാൻഡ് റോവറുകൾ സ്ഥിരമായി കടലിൽ താമസിക്കുന്നില്ല. കുതിരസവാരിയിൽ മിടുക്കന്മാരായ ഇവർക്ക് സ്വന്തം ഗ്രാമങ്ങളുമുണ്ട്. സാബ സമ്പൂർണ്ണ ഭാഗത്ത് സമുദ്രലോകത്തെ ആധിപത്യം ഇവർക്കാണ്. സാബയിലേക്കുള്ള ഇവരുടെ വരവിനെപ്പറ്റി വ്യത്യസ്തങ്ങളായ സിദ്ധാന്തങ്ങൾ, കഥകൾ നിലവിലുണ്ട്. ലോകത്തിലെ പല നരവംശ ശാസ്ത്രജ്ഞരും നടത്തിയ ഫീൽഡ് വർക്കിനെ ആശ്രയിച്ചാണ് ഈ വ്യത്യസ്തത നിലനിൽക്കുന്നത്. സിംഗപ്പൂർ രാജ്യത്തിലെ ജോഹർ റിയോ ലിംഗയിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ടവരാണ് ഇവരെന്നും ഒരു അഭിപ്രായമുണ്ട്. അതല്ല, തെക്കൻ ഫിലിപ്പീൻസിൽ നിന്നും വന്നവരാണെന്നും മറ്റൊരു അഭിപ്രായം നിലനിൽക്കുന്നു. 1511 മലാക്ക സുൽത്താനേറ്റിന്റെ പതനശേഷം ഉടലെടുത്ത ബ്രൂണയിലെ സുൽത്താനേറ്റിന്റെ ആദ്യത്തെ ഭരണാധികാരി അവങ് അലക് ഭട്ടത്താറിന്റെ വംശാവലിയുടെ തുടക്കമാണിതെന്നും പറയപ്പെടുന്നു. ഇവരിങ്ങനെ കടലിന്റെ മക്കളാകാനുള്ള കാരണവും ഒരു കഥയാണ്. ജോഹർ സുൽത്താന്റെ സുന്ദരിയായ മകൾ ദയാങ് ആയിഷയെ സംബന്ധിച്ചാണ് ആ കഥ. ദയാങ് ആയിഷയെ വിവാഹം കഴിക്കുന്ന വിഷയത്തിൽ ബ്രൂണെ സുൽത്താനും സുലു സുൽത്താനും തമ്മിൽ വഴക്കായി. ബ്രൂണെ സുൽത്താനോട് പ്രത്യേക അടുപ്പം തോന്നിയ മകളെ പിതാവ് പിന്തിരിപ്പിച്ചു. മനസ്സിലെ മനസ്സോടെ സുലു സുൽത്താനുമായി വിവാഹം ഉറപ്പിച്ചു. വിവാഹയാത്രയിൽ ദയാങ് ആയിഷയുടെ ക്രൂയിസ് സംഘത്തെ ബ്രൂണെ സുൽത്താൻ ആക്രമിച്ചു. ഈ സംഘം പിന്നീട് ജവഹറിലേക്ക് മടങ്ങാൻ ധൈര്യപ്പെട്ടില്ല. എന്നാൽ ഭരണാധികാരിയായ സുൽത്താൻ ഇസ്കന്ദർ ആലം തന്റെ സൈനികരായ സെലങ്കയ ബോങ്സു, ഹക്ലും നുജും എന്നീ സഹോദരന്മാർ തന്റെ മകളെ ഇഷ്ടപ്പെട്ടതിനാൽ അവരിൽ നിന്ന് യോഗ്യനെ തിരഞ്ഞെടുക്കാൻ ഒരു മത്സരം സംഘടിപ്പിച്ചതായും ചരിത്രമുണ്ട്. കടൽ യാത്ര നടത്തി വിജയിയായ ഹക്ലും നുജുമാണ് അവളെ വിവാഹം ചെയ്തത്. സെലങ്കയ ബോങ്സുവിന്റെ കപ്പൽ തകർന്ന് അവർ കടലിലകപ്പെട്ടു. കടലിൽ തമ്പടിച്ച ബജാവ് ഗോത്രക്കാരെ ആശ്രയിച്ചാണ് ചൈനീസ് വ്യാപാരികൾക്ക് ആവശ്യമായ സമുദ്ര വിഭവങ്ങൾ ലഭ്യമാക്കിയിരുന്നത്. 15-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ബ്രൂണെ ചൈന വാണിജ്യ പ്രവർത്തനങ്ങൾ അഭിവൃദ്ധി പ്രാപിച്ചു. അതോടെയാണ് ബ്രൂണെ മുന്നേറ്റം തുടങ്ങിയത്. കഹരിങ്കൻ മതവും ആനിമിസവും ആചരിച്ചവരായിരുന്നു ബജാവ് ഗോത്രക്കാർ. സാബയിലെ 99% വരുന്ന ബജാവുകളും മുസ്ലിങ്ങളായി പരിവർത്തനം ചെയ്തു. എങ്കിലും ആനിമിസത്തിന്റെ ആഘോഷങ്ങളിൽ അവർ ഒരു മാറ്റവും വരുത്തിയില്ല. വർഷങ്ങളായി ആചരിച്ചു വരുന്ന ലപ്പലപ്പ ഉത്സവം ഇപ്പോഴും അവർ ആഘോഷിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏറെക്കുറെ ആളുകളും കടലിൽ നിന്ന് കരയിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുന്നു. തിരിച്ചറിയൽ കാർഡുകളില്ല, പാസ്പോർട്ടില്ല, മറ്റു രേഖകളില്ല. സാബാദ്വീപിന്റെ പരിസരങ്ങളിൽ അവർ പലയിടങ്ങളിലായി താമസിച്ചു വരുന്നു. അല്ലറ ചില്ലറ തൊഴിലുകളിൽ ഏർപ്പെടുന്നവരും മത്സ്യബന്ധനവും ചെറുകിട കച്ചവടങ്ങളുമായി നീങ്ങുന്നവരും യാചക വൃത്തിയിലേക്ക് തിരിഞ്ഞവരും അവരുടെ കൂട്ടത്തിലുണ്ട്. മതിയായ രേഖകളില്ലാത്തതിനാൽ തുച്ഛമായ വേതനം മാത്രമേ ഇവർക്ക് ലഭിക്കുന്നുള്ളൂ. 2-3 ആഴ്ചയായി ലഹഡാത്തു പരിസരങ്ങളിൽ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പരിശോധന നടന്നു വരികയാണ്. എസ്റ്റേറ്റുകളിലും മറ്റും തൊഴിലെടുക്കുന്നവർ നഗരത്തിലേക്ക് കടന്നു വരാതായി. ഒട്ടുമിക്ക സ്ഥാപനങ്ങളിലും തൊഴിലാളികൾ അവധിയെടുത്തിരിക്കുകയാണ്. മതിയായ രേഖകളില്ലാത്തതിനാൽ ഉദ്യോഗസ്ഥരെ ഭയന്ന് കഴിയാൻ വിധിക്കപ്പെട്ടവർ. സർവ്വ സൗകര്യങ്ങളും സ്വാതന്ത്ര്യവും ഉപയോഗപ്പെടുത്തി ലഭ്യമായ അനുഗ്രഹങ്ങളുടെ മൂല്യം അറിയാതെയാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കടലിൽ പിറന്നത് അവരുടെ കുറ്റമല്ല. ഇത്തരം ജീവിതങ്ങൾ കാണുമ്പോഴാണ് നമ്മുടെയൊക്കെ അനുഗ്രഹങ്ങൾ എത്രമേൽ വലുതാണ് എന്ന് ആലോചിച്ചു പോകേണ്ടത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ പ്രയാസങ്ങളിൽ അകപ്പെട്ട എത്രയെത്ര മനുഷ്യരുണ്ട്. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. മലേഷ്യയിൽ നിന്നും ഫൈസൽ വടപുറം.